അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ നമ്മൾ എത്രയോ മിടുക്കന്മാരാണ്. കുപ്രചരണങ്ങളിൽ, വ്യാജ പ്രചരണങ്ങളിൽ എത്രയോ ജീവിതങ്ങളാണ് നമ്മൾ തകർത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുള്ളത്. ഒരാളെ സംബന്ധിച്ച് ആരോ ഇങ്ങനെയൊക്കെ പരത്തുന്ന കുപ്രചരണങ്ങളിൽ വശംവദരായി അല്ലെങ്കിൽ കുടുങ്ങി നാം ഒരാളെയും ജീവിതത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കുപ്രചരണം നടത്തുന്ന ആളുകൾക്ക് അവരുടേതായ ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടാകാം, അവർക്കത് ആവശ്യവുമായിരിക്കാം. എന്നാൽ മുൻവിധികളോടുകൂടി നമ്മൾ ആരെയും വിലയിരുത്തരുത്. അവർക്കൊരു പക്ഷേ നമ്മളോട് പറയാൻ വലിയൊരു കഥയുണ്ടാകും. ആ കഥയ്ക്ക് പിന്നിൽ ഒരുപാട് വേദനയുടെ, കഥനത്തിന്റെ കഥകളുണ്ടാകും. സത്യത്തിൽ അതൊക്കെ ഒന്ന് കേൾക്കാനും കൂടിയല്ലേ നാം ശ്രമിക്കേണ്ടത്. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരു ദിശാസന്ധിയിലെ ഏറെ ബന്ധപ്പെട്ട ഒന്നാണ്. അതൊരുപക്ഷെ നിങ്ങളുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടതായിരിക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നടന്ന സംഭവം ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഒരു നഗരത്തിൽ നടന്നതാണ്. രാത്രി 2:30 സമയം. ആ സിൽവർ റോക്ക് എന്ന ഒരു റെസിഡൻസി അഥവാ അപ്പാർട്ട്മെന്റ്, നിങ്ങൾക്കറിയാം, വലിയ വലിയ ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകൾക്ക് മുന്നിൽ രാത്രിയും പകലും അവരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ ജീവനക്കാരുണ്ടാകും. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡായ രാം കിഷൻ ആ സെക്യൂരിറ്റി ഗേറ്റിൽ ഇരുന്ന് അറിയാതെ ഒരു നിമിഷം ഒന്നുറങ്ങിപ്പോയി. ആദ്യമായിട്ടാണ് തന്റെ ജീവിതത്തിലെ, തന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലെ ഡ്യൂട്ടിക്കിടയിൽ അബദ്ധത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോകുന്നത്. അതും വെറും 3 മിനിറ്റ് മാത്രം. ആ സമയത്താണ് ആ സൊസൈറ്റിയുടെ ചെയർമാന്റെ മകൻ കാറിൽ അവിടെ എത്തുന്നത്. രാംകിഷൻ എന്ന് പറയുന്ന ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉറങ്ങുന്നത് കണ്ട അയാൾ പരിഹാസത്തോടെ ചിരിച്ചു. അയാളുടെ ഫോൺ എടുത്ത് രാംകിഷന്റെ വീഡിയോ പകർത്താൻ തുടങ്ങി. സ്വാഭാവികമാണ്, പുതിയ ജനറേഷനാണ്. വീഡിയോ പകർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇവനെ നോക്കൂ, നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവൻ നമ്മുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങി ഇവിടെ കിടന്നുറങ്ങുകയാണ്. ഉടനെ തന്നെ ആ വീഡിയോ ആ സൊസൈറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. രാവിലെ ആയപ്പോഴേക്കും സ്വാഭാവികമായ നിലയിൽ ആ ഗ്രൂപ്പിൽ കമന്റുകളുടെ പ്രവാഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഒരാൾ പറഞ്ഞു, ഇവനെ ഉടൻ പിരിച്ചുവിടണം. മറ്റൊരാൾ പറഞ്ഞു, ഇത് ഗുരുതരമായ അലംഭാവമാണ്. വേറൊരാൾ പറഞ്ഞു, കൃത്യമായ കൃത്യവിലോപനം, ഇയാളെ ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, തുടങ്ങി 150-ലധികം സന്ദേശങ്ങളുടെ മഹാപ്രവാഹമാണ് ആ വീഡിയോയ്ക്ക് താഴെ ഒഴുകിയെത്തിയത്. എന്നാൽ ഒരാൾ പോലും എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഉറങ്ങിപ്പോയതെന്ന് ചോദിച്ചില്ല. സമയം രാവിലെ 6:05. രാംകിഷനെ സൊസൈറ്റി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ദേഷ്യത്തോടെ മേശയിൽ കൈയടിച്ചുകൊണ്ട് അതിന്റെ ചെയർമാൻ ചോദിച്ചു, നിനക്ക് ഈ ജോലി വേണോ? രാംകിഷൻ ശാന്തമായി തന്റെ തൊപ്പി ഊരിമാറ്റി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ക്ഷീണം കൊണ്ട് ചുവന്നിരുന്നു. പിന്നീട് അദ്ദേഹം മൃദുവായി പറഞ്ഞു, സാർ, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ജോലിക്ക് കയറിയതാണ്. സഹപ്രവർത്തകനായ മറ്റേ ഗാർഡിന് അസുഖമായതുകൊണ്ട് അവന്റെ ഷിഫ്റ്റ് കൂടി ഞാൻ ചെയ്യാൻ നിർബന്ധിതനായി. ഏജൻസി എന്നോടത് ആവശ്യപ്പെട്ടതാണ്. അതിനധികമായി എനിക്ക് നൽകാമെന്നത് ഏറ്റത് 300 രൂപയാണ്. രാത്രി 1 മണിയോടുകൂടി പിന്നിലെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച 3 ചെറുപ്പക്കാരെ ഞാൻ ഓടിച്ചു വിട്ടു. പിന്നീട് 1:45 മണിക്ക് ഒരു താമസക്കാരി അവരുടെ നായയായ ബ്രൂണയ്ക്ക് പാൽ ചൂടാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. 2:10 ഞാൻ 1 മിനിറ്റ് ഇരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയത്. രാംകിഷന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ ഓഫീസ് മുറി മുഴുവൻ നിശ്ചലമായി, നിശബ്ദമായി. സർ, എൻ്റെ മാസശമ്പളം 12,000 രൂപയാണ്. അതിൽ 4,000 രൂപ വാടകയ്ക്കായി ഞാൻ കൊടുക്കുന്നു. 2,000 എൻ്റെ ഗ്രാമത്തിലുള്ള എൻ്റെ മാതാപിതാക്കൾക്കായി അയക്കുന്നു. ബാക്കി തുക കൊണ്ട് എൻ്റെ ഭാര്യയെയും 2 മക്കളെയും ഞാൻ നോക്കണം. എൻ്റെ മകൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ അവനോട് പറയാറുണ്ട്, മകനെ നന്നായി പഠിക്കണം, ഇല്ലെങ്കിൽ ജീവിതം ഒരു ദിവസം നിന്നെയും മറ്റൊരാളുടെ ഗേറ്റിനു മുന്നിൽ ഉറക്കമില്ലാതെ നിർത്തും. ഇടറുന്ന പതറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ഒരു നിമിഷം അത് പറഞ്ഞു നിർത്തി. പിന്നീട് തല ഉയർത്തി പറഞ്ഞു, എൻ്റെ ബലഹീനതയുടെ 3 മിനിറ്റുകളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി ഈ സൊസൈറ്റിയെ സംരക്ഷിക്കുവാൻ ഉറക്കമില്ലാതെ കഴിഞ്ഞ ആയിരക്കണക്കിന് എൻ്റെ രാത്രികളെ സംബന്ധിച്ച് നിങ്ങൾ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. മനുഷ്യൻ ഒരിക്കലും ക്ഷീണിക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നമ്മളെ യന്ത്രങ്ങളായി സൃഷ്ടിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിരാമമായി. ഇത് കേട്ട് മുറിയിലുണ്ടായിരുന്ന ആർക്കും
അദ്ദേഹത്തിന്റെ മുഖത്തേക്കോ കണ്ണുകളിലേക്കോ നോക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം സൊസൈറ്റിയുടെ ബോർഡിൽ ഒരു മുന്നറിയിപ്പ്, ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടു. ഓരോ ലിഫ്റ്റിലും ഇനി മുതൽ 2 ഗാർഡുകൾ, പരമാവധി 8 മണിക്കൂർ മാത്രം ഡ്യൂട്ടി, ശമ്പളം 18,000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഓവർ ടൈമിന് പ്രത്യേക പ്രതിഫലം, ഓരോ ഫ്ലാറ്റിനും അധിക ചെലവ് പ്രതിമാസം 200 രൂപ. ആ അറിയിപ്പിന്റെ താഴെ മറ്റൊരു വാചകം കൂടി എഴുതി ചേർക്കപ്പെട്ടു. സുരക്ഷാ സേവനം നമുക്ക് വാടകയ്ക്കെടുക്കാം, പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതം വാങ്ങാൻ നമുക്ക് കഴിയില്ല. സുരക്ഷാ സേവനം നമുക്ക് വാടകയ്ക്കെടുക്കാം, പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതം നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. രാത്രി 10 മണിയായി. വളരെ നാളുകൾക്ക് ശേഷം രാംകിഷൻ നേരത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഗേറ്റിന് സമീപമെത്തിയപ്പോൾ ചെയർമാന്റെ മകൻ അദ്ദേഹത്തെ തടഞ്ഞു. ഹെൽമറ്റ് ഊരിമാറ്റി അയാൾ മൃദുവായി പറഞ്ഞു, അങ്കിൾ, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. നാളെ മുതൽ രാത്രി ചായ എൻ്റെ വീട്ടിൽ എൻ്റെ വക. രാംകിഷൻ പുഞ്ചിരിച്ചു. തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ചില പാഠങ്ങളുണ്ട്, മഹത്തായ ചില സന്ദേശങ്ങളുണ്ട്. അതിതാണ്, മുൻവിധിയോടുകൂടി നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. നമ്മൾ വിലയിരുത്തപ്പെടുന്നവർക്ക് നമ്മളോട് പറയാൻ വലിയ ഒരു കഥ കാണും. വേദനയുടെ കഥനത്തിൻ്റെ ഒരുപാട് കഥകൾ കാണും. സഹജീവികളോട് നമുക്ക് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ ശീലിക്കാം. നമസ്കാരം.